എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സണിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം. ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക, മറ്റുള്ളവയെല്ലാം വിട്ടുകളയുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Two of Swords, Queen of Pentacles, Ace of Pentacles, the Hermit, Queen of Wands, Nine of Swords, Ten of Wands, Ten of Pentacles, Knight of Swords, Ace of Swords, Five of Pentacles, Two of Wands, and the Emperor. അപ്പോൾ ഇവിടുത്തെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളിൽ നിന്നൊരു ഫിസിക്കലി ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർക്ക് വളരെയധികം അവർ ആ ഒരു സിറ്റുവേഷനിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളോട് ഉള്ള അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ വളരെയധികം സഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് രാത്രികളിലൊന്നും ഉറക്കമില്ലാതെ വളരെയധികം ആങ്സൈറ്റിയും ഡിപ്രഷൻ കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പേഴ്സണിൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അവർ നിങ്ങളുടെ അടുത്ത് നിന്നൊരു സെപ്പറേഷൻ എടുത്ത് പോയത് അവരെന്തോ ഒരു മറ്റൊരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ അവർ കരുതിയിരുന്ന, അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ ഒറ്റപ്പെട്ട്, അതായത് വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് അവർ അനുഭവിക്കുന്ന ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് തന്ന ആ ഒരു പെയിനിൻ്റെ, ലൈക്ക് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളും ഇതുപോലെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാകും. അതായത് ആ ഒരു പേഴ്സൻ്റെ കെയറും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും എല്ലാം നമ്മൾ ആകർഷിക്കാൻ നോക്കുമ്പോഴൊന്നും നമുക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു ഒറ്റപ്പെട്ട് ഒരു ലോൺലി ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വളരെയധികം ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അപ്പം അവരെപ്പോഴും ഓർക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സണിനെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എന്നൊക്കെ. ഒരു എംപററുടെ എനർജിയിൽ ആ ഒരു പേഴ്സണിനെ നിങ്ങൾ കണ്ടിരുന്നു. അതായത് ആ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ എല്ലാം. ലൈക്ക് നിങ്ങൾക്ക് വളരെയധികം ഒരു ഫാദർ ഫിഗർ, അതിപ്പം ഫാദർ ഫിഗർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജെൻഡർ അനുസരിച്ച് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ജെൻഡറിനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ ലൈഫിലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിരുന്നത്. ആ ഒരു പേഴ്സൺ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി അവിടെ എനർജിയും സ്നേഹവും എല്ലാം കൊടുത്തു. പക്ഷേ ആ ഒരു പേഴ്സൺ ഇതുപോലെ നിങ്ങൾക്ക് തിരികെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നില്ല തന്നുകൊണ്ടിരുന്നത്. അപ്പം
നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാകാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം ഒക്കെ നിങ്ങളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ അതെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു മാപ്പ് പറയണം. നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് ഒരു നിങ്ങൾ ഇപ്പോൾ ഉള്ള ആ ഒരു സ്ഥലം, നിങ്ങൾ ചിലപ്പം ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് രണ്ടുപേരും തമ്മിൽ കുറച്ച് അകലത്തിലൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നുള്ളതെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്തേക്ക് വരണം. നിങ്ങൾ പോയപ്പോഴാണ് അവർ ശരിക്കും ലൈഫിൻ്റെ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കിയത് എന്നൊക്കെ അവർക്ക് നിങ്ങളോട് പറയണം. നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം. അവർക്ക് അതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് എക്സ്പ്രസ് ചെയ്യണം. അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്തിരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലോകത്ത് മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരു സിറ്റുവേഷനിൽ നിന്നോ ആ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല. അപ്പം അതെല്ലാം നിങ്ങളോട് വന്ന് പറയണം. നിങ്ങളായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഫാമിലി. ആ ഒരു വ്യക്തിയുടെ ഫാമിലിയിലുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങളാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതിനപ്പുറം മറ്റൊരു വ്യക്തിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ ആ ഒരു പേഴ്സണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് എല്ലാ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അവരെ എപ്പോഴും ഒരു എന്താ പറയാ, വളരെയധികം കെയർ ചെയ്ത് വളരെയധികം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് എപ്പോഴും ഓവർ ഗീവിങ് ആയിരുന്നു. ലൈക്ക് എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങൾ എപ്പോഴും ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ അത്രത്തോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു പേഴ്സണിന് വേണ്ടി ഇപ്പം നിങ്ങൾ മറ്റൊരാൾ നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇല്ല, ആ പേഴ്സണിന് വേണ്ടി എനിക്കിതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനകത്ത് നിങ്ങൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ അത്രത്തോളം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഏതൊരു കാര്യവും അത്രത്തോളം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി, ആ ഒരു വ്യക്തിക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. മറ്റുള്ളവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളതും ഇത് തന്നെയാണ്. അതായത് എനിക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങളില്ലായ്മ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഒറ്റപ്പെടലാണ് കൊടുക്കുന്നത് എന്നതാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവരുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി ഫുൾഫിൽ ആകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നിങ്ങൾ കൂടെ വേണം. അതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെസ്സേജുകൾ. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ഒരു മനസ്സിലുള്ള ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അതായത് വളരെ സൗന്ദര്യമുള്ള, പുറമേയും അകമേയും വളരെ സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പം അതിനെയൊക്കെ വെച്ചിട്ട് അവർക്ക് എപ്പോഴും വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് മറ്റൊന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ, മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ, അവരുടെ ഇപ്പോഴുള്ള റെസ്പോൺസിബിലിറ്റീസിലേക്ക് ഒന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളാണ് ആ ഒരു പേഴ്സൻ്റെ എല്ലാം. നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള മ്യൂച്വൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു കണക്ഷൻ വെച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒക്കെ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. കാരണം ആ പേഴ്സൺ അത്രത്തോളം ഒരു മിസ്സിങ് എനർജിയിലാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇത്രയും നാളും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ബ്ലെസ്സിങ്സിനും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നന്ദി.